കർത്താവ് പറയുന്നു, തന്നിൽ അഭയം തേടുന്നവർക്ക് കർത്താവ് പരിചയമാണ്. കർത്താവ് നല്ലവനും നീതിമാനുമാണ്. പാപികൾക്ക് അവിടുന്ന് നേർവഴി കാട്ടുന്നു. അവൻ വന്നത് പാപികളെ തേടിയാണ്, നീതിമാന്മാരെ തേടിയല്ല. കർത്താവ് എൻ്റെ ജീവിതത്തിൽ പ്രകാശവും രക്ഷയും കോട്ടയുമാണ്. ഞാൻ ആരെ ഭയപ്പെടണം? നമുക്ക് കഷ്ടതകൾ ഉണ്ടെങ്കിലും അവിടുന്ന് നമുക്ക് കരം തന്ന് നയിക്കുന്നു. മുങ്ങിപ്പോകാൻ അനുവദിക്കുകയില്ല. നാം വീണേക്കാം, ആ വീഴ്ച മാരകമാകില്ല. കാരണം എന്നെ പരിശീലിപ്പിക്കാൻ അവിടുന്ന് എൻ്റെ വലതുഭാഗത്തുണ്ട്. എൻ്റെ കാലു വഴുതുന്നു എന്നു ഞാൻ വിചാരിച്ചപ്പോഴേക്കും അവിടുത്തെ കാരുണ്യം എന്നെ താങ്ങി നിർത്തി. എനിക്ക് ആകുലതകൾ വർദ്ധിച്ചപ്പോൾ അവിടുന്ന് എനിക്ക് ആശ്വാസവും ഉന്മേഷവും നൽകി. കർത്താവ് കാരുണ്യത്തെ പ്രതിയും മനുഷ്യമക്കൾക്ക് അവിടുന്ന് നൽകിയ അത്ഭുതങ്ങളെ പ്രതിയും നന്ദി പറയാനാണ് സങ്കീർത്തകൻ പറയുന്നത്. അവിടുന്ന് പിച്ചളവാതിലുകൾ തകർക്കുന്നു, ഇരുമ്പോടാമ്പലുകളെ ഒടിക്കുകയും ചെയ്യുന്നു. കഷ്ടതയിൽ കർത്താവിനോട് നിലവിളിച്ചപ്പോൾ ഞെരുക്കത്തിൽ നിന്ന് രക്ഷിച്ചു, വചനം അയച്ചു സുഖപ്പെടുത്തി, വിനാശത്തിൽ നിന്നും വിടുവിച്ചു. മനുഷ്യൻ്റെ സഹായം നിഷ്ഫലമാണ്. കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ധീരമായി പൊരുതും. കാരണം അവൻ രാജാക്കന്മാരുടെ രാജാവാണ്. അവൻ്റെ നാമത്തിന് മുമ്പിൽ എല്ലാ മുട്ടുകളും മടക്കും. ആമേൻ.